السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അന്ത്യനാളിന്റെ അടയാളങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നമ്മുടെ ചർച്ചയിൽ സമൂഹത്തിൽ സാംസ്കാരികമായ അധപ്പതനത്തിന്റെ വർധനവ് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി തന്നെ ഈ സമൂഹത്തെ അറിയിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു പ്രത്യേകമായ കാര്യം അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടത്തിൽ പറയുകയുണ്ടായി, അലാ ഉഹദ്ദിസുകും ഹദീസൻ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യുഹദ്ദിസുകും ബിഹി അഹദുൻ അൻഹു ബഅദി. എനിക്ക് ശേഷം ഒരാളും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധ്യതയില്ലാത്ത ഞാൻ കേട്ട ഒരു ഹദീസ് ഞാൻ അല്ലാഹുവിന്റെ റസൂലിൽ നിന്നും ഞാൻ നിങ്ങൾക്ക് ഉദ്ധരിച്ചു തരട്ടെയോ, പറഞ്ഞു തരട്ടെയോ? സഹാബിയായ അനസ് റളിയല്ലാഹു തആല അൻഹു ഈ ആമുഖം പറഞ്ഞിട്ട് മഹാനവറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടു. സമിഅ്തു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നതായി ഞാൻ കേട്ടിരിക്കുന്നു, ലാ തഖൂമുസ് സാഅ ഔ ഖാല ഇന്ന മിൻ നശറാത്തിസ് സാഅ അൻ യുർഫഅൽ ഇൽമു വയദ്ഹറൽ ജഹ്ലു വയുശ്റബൽ ഖംറു വയഫ്ശുസ് സിനാ വയദ്ഹബർ റിജാൽ വയബ്ഖൻ നിസാ ഹത്താ യകൂന ലി50 ഇംറഅ ഖയ്യിമുൻ വാഹിദുൻ. പ്രശസ്തമായ ഹദീസാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ സാംസ്കാരികമായി ഇന്ന് സമൂഹത്തിൽ കാണുന്ന ഒട്ടേറെ കാര്യങ്ങളിലേക്ക് ഊന്നൽ നൽകിക്കൊണ്ട് സംസാരിച്ചിരിക്കുകയാണ്. വിജ്ഞാനത്തിന്റെ ഉയർച്ച, വിജ്ഞാനം ഉയർന്നു പോകും, ആ സ്ഥാനത്ത് അജ്ഞത പ്രകടമാകും. നമ്മളിവിടെ ആ കാര്യം വിശദീകരിച്ചു കഴിഞ്ഞതാണ്. പിന്നീട് ഹദീസിൽ പറഞ്ഞ അടയാളം വയുശ്റബൽ ഖംറു എന്നാണ്. മദ്യപാനത്തിന്റെ പ്രചാരവും അതിന്റെ വർധനവുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലൂടെ എടുത്തു കാണിച്ച മറ്റൊരു കാര്യം. വേറൊന്ന്, സ്ത്രീകൾ ധാരാളമായി വർദ്ധിക്കും, പുരുഷന്മാരുടെ എണ്ണം കുറയും. വ്യഭിചാരം ലോകത്ത് വളരെയേറെ പ്രചാരം സിദ്ധിച്ചുകൊണ്ടത് നടമാടിത്തുടങ്ങും എന്നതാണ് മറ്റൊരു കാര്യമായി പറഞ്ഞത്. ഇങ്ങനെയെല്ലാം കൊണ്ടും സാംസ്കാരികമായ രംഗത്ത് കാണുന്ന ഏറ്റവും വലിയ അധപ്പതനം അന്ത്യനാളിന്റെ അടയാളമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ടവരെ, മദ്യപാനത്തെ സംബന്ധിച്ചിടത്തോളം
മനുഷ്യൻ നിന്ന് അതൊരു പ്രശ്നമല്ല എന്ന് ചിന്തിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുകയാണ്. പണ്ടൊക്കെ ഒരു വിവാഹാന്വേഷണം നടക്കുമ്പോ പുതിയാപ്പിളയുടെ സ്വഭാവങ്ങളെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ മദ്യപാനിയാണെന്നറിഞ്ഞാൽ ആരും പെണ്ണു കൊടുക്കാറില്ല. ഇന്ന് പലപ്പോഴും അവസ്ഥ നേരെ മറിച്ചാണ്. മുഴുക്കുടിയനാണോ എന്നാണ് പലരും അന്വേഷിക്കുന്നത്. അല്പമൊക്കെ ഇല്ലാതെ ഇപ്പോഴത്തെ കാലത്തെ ചെറുപ്പക്കാരെ കിട്ടില്ല. ഈ ഒരവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. മാത്രമല്ല, ഇവയ്ക്കൊക്കെ മറ്റു പേരുകൾ നൽകിക്കൊണ്ട് ഇതൊക്കെ കുറേശ്ശെ അനുവദനീയമാണെന്ന് ഫത്വ നൽകുന്ന അവസ്ഥ പോലും ലോകത്ത് സംജാതമായിരിക്കുകയാണ്. അത് സംജാതമാകാതെ തരമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലതസ്തഹില്ലന്ന ത്വായിഫത്തും മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽ നിന്നൊരു വിഭാഗം ആളുകൾ എന്നാ പറഞ്ഞത്. എന്റെ സമുദായത്തിൽ നിന്നൊരു വിഭാഗം ആളുകൾ ഹലാലാക്കുക തന്നെ ചെയ്യും അൽ ഖംറ, കള്ളിനെ, മദ്യത്തെ, ലഹരിയെ അവരനുവദിക്കും. ബിസ്മിൻ യുസമ്മൂനഹാ ഇയ്യാഹു, അവര് നൽകുന്ന ചില സ്പെഷ്യൽ പേരുകളിലൂടെ മറ്റു ചില പേരുകൾ അവയ്ക്ക് നൽകിക്കൊണ്ട്, വാസ്തവത്തിൽ സംഗതി ഒന്നാണ്, പക്ഷേ ബ്രാൻഡ് നെയിം വേറൊന്നാണ്. ആ രൂപത്തിൽ മദ്യത്തെയും ലഹരിയെയും ഒക്കെ അനുവദിക്കാൻ എന്റെ സമുദായത്തിൽ ആളുണ്ടാകുമെന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുകയാണ്. നാം മനസ്സിലാക്കണം, എല്ലാ തിന്മകളുടെയും മാതാവായിട്ട് അറിയപ്പെടുന്നതാണ് മദ്യം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞല്ലോ, വലാ തശ്റബിൽ ഖംറ ഫഇന്നഹാ മിഫ്താഹു കുല്ലി ശർരിൻ, എല്ലാ തിന്മകളുടെയും ചാവിയാണ്, താക്കോലാണ് മദ്യം. നിങ്ങൾ നോക്കൂ, ഇന്ന് മനുഷ്യർക്കിടയിൽ, നമ്മുടെ കേരളത്തിലൊക്കെ നമ്മുടേതായ ആളുകൾ എത്രയാണ് കുടിച്ചു തീർക്കുന്നത് എന്നുള്ളതിന് കയ്യും കണക്കുമില്ല. ഇക്കഴിഞ്ഞ മാസം ഡിസംബറിൽ ഒരൊറ്റ ദിവസം കേരളം കുടിച്ചു തള്ളിയത്, പറഞ്ഞാ വിശ്വസിക്കോ, 92 കോടിയുടെ മദ്യമാണ്. 92 ഉറുപ്പ്യല്ല, 92 ലക്ഷമല്ല, 92 കോടിയുടെ മദ്യം കേരളത്തിൽ ഒരൊറ്റ ദിവസം വിറ്റഴിഞ്ഞ മദ്യത്തിന്റെ കണക്കാണത്. ഇതിപ്പോ അതിന്റെ ഔദ്യോഗിക കണക്കാണ്. 92 കോടിയുടെ മദ്യം ഒരു ദിവസം കേരളത്തിൽ. അതിൽ തന്നെ 13 ചില്ലാനം കോടിയുടെ മദ്യം ചാലക്കുടിക്കാരാണ് കുടിച്ചു തീർത്തത് എന്നാണ് പത്രം പ്രത്യേകം എഴുതിയത്. ജില്ല തിരിച്ചുള്ള കണക്കുണ്ടായിരുന്നു. മുന്നിട്ട് നിൽക്കുന്നത് കേരളത്തിലെ ചാലക്കുടി എന്ന് പറയുന്ന പ്രദേശം. 13 കോടി അവർ കുടിച്ചു തീർത്തു. 92 കോടിയുടെ മദ്യം കേരളത്തിൽ കുടിച്ചു തീർത്തു എന്നാ പറഞ്ഞത്. കഴിഞ്ഞ ഡിസംബറിലെ ഒരു ദിവസം എന്നാ പറയുന്നത്. ഇത് ഔദ്യോഗിക കണക്കാ. ഔദ്യോഗിക കണക്ക് എന്ന് പറഞ്ഞാൽ ബീവറേജ് സൊസൈറ്റിയുടെ മുമ്പിൽ വിറ്റുവരവിന്റെ കണക്കുള്ള രേഖയുള്ള മദ്യം. പട്ടച്ചാരായം അടിച്ചവൻ, വാറ്റുമദ്യം അടിച്ചവൻ, വിഷക്കള്ള് കുടിച്ചവൻ, അന്തിക്കള്ള് ചെത്തി കുടിച്ചവൻ, അതുപോലെ തന്നെ ഒട്ടേറെ ലഹരിയും കള്ളും മയക്കുമരുന്നുമൊക്കെ ഉപയോഗിച്ചവരുടെ കണക്കില്ല. ഇത് ഗവൺമെന്റ് കണക്കാ. ബീവറേജ് സൊസൈറ്റിയുടെ മുമ്പിൽ കണ്ടിട്ടില്ലേ ആളുകൾ? എത്ര ക്ഷമയോടെയാണ് ആ നീണ്ട ക്യൂ. ഒരു പ്രശ്നമായിരിക്കില്ല. ചാനലുകാരവരെ സമീപിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു, സാറന്മാരെ, ഇത് കിട്ടാതെ ഞങ്ങൾക്ക് ഒക്കത്തില്ല, ഇത് കിട്ടാതെ ഞങ്ങൾക്ക് പറ്റൂല. മാപ്പളച്ചൊവയിൽ സംസാരിച്ചവനുമുണ്ടായിരുന്നു കൂട്ടത്തിൽ. സമുദായത്തിന്റെ അംഗത്വവും സമുദായത്തിന്റെ ആ പ്രത്യേകമായ സ്ഥാനമാനങ്ങളൊക്കെ എല്ലായിടത്തും വേണമല്ലോ. അവിടേക്കെത്തി ഈ സമൂഹം. ഒരൊറ്റ ദിവസം കുടിച്ചു തീർക്കുന്നത് 92 കോടി എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ആരാ പറഞ്ഞത് കാശില്ല? ആരുടെ കയ്യിലാ പണമില്ല എന്ന് പറഞ്ഞത്? ഈ രൂപത്തിൽ കോടികളാണ് ഒരു ദിവസം എന്നാ പറയുന്നത്. അപ്പൊ ഒരു മാസത്തെ, ഒരു വർഷത്തെ ഒക്കെ ആർക്കാണ് കണക്ക് കൂട്ടാൻ കഴിയാം? സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് രാജ്യത്ത് പകരും. ഇത് രാജ്യത്തെ ഏറ്റവും കൂടുതൽ വർദ്ധിക്കും. ഇതുമായി ബന്ധപ്പെട്ടതിനെയെല്ലാം ഇസ്ലാം കർശനമായി തന്നെ വിലക്കിയിരിക്കുകയാണ്. 10 കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാം ശപിച്ചിരിക്കുകയാണ്.
ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള റിപ്പോർട്ടിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഅനല്ലാഹുൽ ഖംറ വശാരിബഹാ വസാഖിയഹാ വബായിഅഹാ വമുബ്താഅഹാ വആസിറഹാ വമുഅ്തസിറഹാ വഹാമിലഹാ വൽമഹ്മൂലത ഇലൈഹി വആകില സമനിഹാ. 10 കാര്യങ്ങൾ അതിലെണ്ണി. മദ്യത്തെ, ആ വസ്തുവിനെ തന്നെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. അത് കുടിക്കുന്നവൻ, അത് കുടിപ്പിക്കുന്നവൻ, അത് വിമാനത്തിൽ കുടിപ്പിക്കുന്ന എയർ ഹോസ്റ്റസിന്റെ ജോലി ചെയ്യുന്നവനാണെങ്കിലും, ബാറിൽ വിളമ്പിക്കൊടുക്കുന്ന ആ പ്രത്യേകമായ ബോയിയുടെ ജോലി ചെയ്യുന്നവനാണെങ്കിലും, അതേ പ്രത്യേകമായ കാര്യങ്ങൾക്ക് വേണ്ടി, തന്റെ കാര്യം നേടാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാർക്ക് കൊണ്ടുപോയിട്ട് കുടിപ്പിക്കുന്നവനാണെങ്കിലും, ചില പ്രത്യേകമായ തൊഴിലുകൾ ചെയ്യാൻ തൊഴിലാളികളെ കൊണ്ട് കുടിപ്പിക്കുന്നവനാണെങ്കിലും, ഏത് രൂപത്തിൽ എങ്ങനെ കുടിപ്പിക്കുന്നവനാണെങ്കിലും, അത് തൊഴിലായി ചെയ്യുന്നവനാണെങ്കിലും അല്ലാതെ ചെയ്യുന്നവനാണെങ്കിലും, കുടിപ്പിക്കുന്നവനെയും ശപിച്ചിരിക്കുന്നു. വബായിഅഹാ, അതിനെ വിൽപ്പന നടത്തുന്നവനെയും ശപിച്ചിരിക്കുന്നു. അത് വാങ്ങുന്നവനെയും ശപിച്ചിരിക്കുന്നു. അത് പിഴിഞ്ഞുണ്ടാക്കുന്ന വാറ്റുകാരനെയും, അതാർക്ക് വേണ്ടിയാണോ നൽകുന്നത് അവനെയും, വഹാമിലഹാ, കരിയറേയും ശപിച്ചിരിക്കുന്നു. അത് കൊണ്ടുപോകാൻ വേണ്ടി പ്രത്യേകമായി വാങ്ങിയിട്ട് സൂട്ട്കേസുകളിലും ബാഗുകളിലുമൊക്കെയായി കൊണ്ടുപോകുന്നവരില്ലേ, വൽ മഹ്മൂലത ഇലൈഹി, ആരിലേക്കാണോ കൊണ്ടുപോകുന്നത്, ആർക്കു വേണ്ടിയാണോ അത് കൊണ്ടുപോകുന്നത് അവരെയും ശപിച്ചിരിക്കുന്നു. വആകില സമനിഹാ, അതിന്റെ വില തിന്നുന്നവരെയും ശപിച്ചിരിക്കുന്നു. നോക്കണം നിങ്ങൾ പ്രിയപ്പെട്ടവരെ, ഈ രാജ്യത്തൊക്കെ സർക്കാർ എത്ര വലിയ ജാഗ്രതയിലാണ് സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ആളുകളെ പിടിക്കാൻ. ഫ്ളാറ്റുകൾ തോറും പലപ്പോഴും ഇതിന്റെ ബിസിനസ്സാണ്. ഞങ്ങൾ കുടിക്കുന്നില്ലല്ലോ എന്ന് ന്യായം പറഞ്ഞുകൊണ്ട് പലരും അതാ പണമുണ്ടാക്കാൻ വേണ്ടി അതാ പല സ്ഥലങ്ങളിലും ഇത് ബിസിനസ് ചെയ്യുന്നു. പലയിടത്തു നിന്നും തന്റെ വാഹനത്തിൽ കൊണ്ടുപോയി മറ്റു സ്ഥലങ്ങളിലേക്ക് നൽകുന്നു. അങ്ങനെ വ്യത്യസ്തങ്ങളായ രൂപത്തിൽ ഇതുമായി കൊണ്ട് ആളുകൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഏത് നിലക്കും പ്രിയപ്പെട്ടവരെ, ഇതുമായി ഒരുത്തൻ ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ അവൻ ശപിക്കപ്പെട്ടവനാണ്. പല കാര്യങ്ങൾ നേടാനും ആളുകൾ ഇത് കൊണ്ടുപോകുന്നുണ്ട്. അതാ ഡ്യൂട്ടി ഫ്രീയിൽ അങ്ങ് കയറി നോക്കിയാ ചിലരൊക്കെ നമ്മൾ മൂക്കത്ത് വിരൽ വെച്ച് പോകും. എത്രയോ സന്ദർഭങ്ങളിൽ യാത്ര ചെയ്യാൻ അവസരം കിട്ടുന്ന ഒരു വിനീതൻ എന്ന നിലക്ക് പ്രിയപ്പെട്ടവരെ, എത്രയോ ആളുകളതാ അവരെ ഒന്ന് വാച്ച് ചെയ്ത് നോക്കിയാൽ അതാ വലിയ കുപ്പികൾ അവർ കൈക്കലാക്കുകയാണ്. പരിചയമില്ലാത്ത ആളുകളോട് നിങ്ങൾ ഇതെന്തിനു വേണ്ടി വാങ്ങുന്നു എന്ന് ചോദിച്ചാൽ കിട്ടുന്ന മറുപടികൾ പലതും വിചിത്രമാണ്. അവർക്ക് വേണ്ടിയല്ല, പല കാര്യങ്ങൾ നേടാനുണ്ട്, പല ഓഫീസർമാർക്ക് സമർപ്പിക്കാനുണ്ട്, പല ആളുകൾക്കും നൽകാനുണ്ട്. എന്നാൽ മനസ്സിലാക്കി വെച്ചോ, ഇത് കുടിക്കുന്നവൻ മാത്രമല്ല, കുടിപ്പിക്കുന്നവൻ മാത്രമല്ല, വഹാമിലഹാ, അതിനെ വഹിച്ച് കൊണ്ടുപോകുന്ന കരിയർമാരില്ലേ, അതിനെ കൊണ്ടുപോകുന്ന ആളുകളില്ലേ, ആരിലേക്കാണോ കൊണ്ടുപോകുന്നത് അവരെയും. അതുപോലെ തന്നെ തന്റെ വീട്ടിലെ തെങ്ങ് കാര്യമായിട്ടൊന്നും ഇപ്പോൾ അതിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ കിട്ടാനില്ല. എന്നാൽ ചെത്താൻ കൊടുത്താൽ, കള്ള് ചെത്താൻ കൊടുത്താൽ വലിയ വിളവുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വലിയ രൂപത്തിലുള്ള സമ്പാദ്യത്തിന് വകുപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തെങ്ങിൻ തോപ്പുകളും അതുപോലെ തന്നെ കരിമ്പനകളുമൊക്കെ മദ്യം ചെത്താൻ വേണ്ടി വിട്ടുകൊടുക്കുന്ന മാപ്പിളമാരില്ലേ, അല്ലാഹുവിന്റെ ശാപമാണ്. ഇതുമായി ബന്ധപ്പെട്ടതെന്തും അല്ലാഹു ശപിച്ചു കഴിഞ്ഞിരിക്കുന്നു. വളരെ ഗൗരവമാണ്, വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വിഗ്രഹാരാധകരെ പോലെയാണ് ഇവർ നാളെ മഹ്ശറിൽ വരുന്നത്. മുദ്മിനുൽ ഖംറിൻ മാ തലഖിയല്ലാഹ കഅബിദി വസനിൻ, മദ്യം മുഴുക്കുടിയനായ നിലക്ക് ആ നിലക്കതിൽ നിന്ന് തൗബ ചെയ്യാതെ കുടിച്ചുകൊണ്ട് ജീവിതം തൊലച്ച മനുഷ്യൻ, അവൻ തൗബ ചെയ്യാതെയാണ് മരണപ്പെടുന്നതെങ്കിൽ വിഗ്രഹത്തെ ആരാധിച്ചവനെ പോലെയാണ് നാളെ അല്ലാഹുവിനെ അവൻ കണ്ടുമുട്ടുന്നത്. ഏത് തിന്മ ചെയ്യാനും മനുഷ്യരെ പ്രേരിപ്പിക്കുന്ന സാധന മദ്യം. ഏത് തിന്മ ചെയ്യാനും എന്തിനും മനുഷ്യന് മടിയില്ല. ആ രൂപത്തിലേക്ക് അവനെ അധപ്പതിപ്പിക്കുന്നു. കഞ്ചാവിന്റെ ബിസിനസ്സിൽ പിടിക്കപ്പെടുന്നവരിൽ ഈ സമുദായത്തിന്റെ മെമ്പർമാരില്ലേ,
അതിന്റെ വലിയ പ്രത്യേകമായ വിൽപ്പനകൾ നടത്തുന്ന കമ്പോളങ്ങളിൽ ഈ ഖൈറു ഉമ്മത്തിലെ ഖൈറുത്താത്തമാരില്ലേ, ഈ സമുദായം എവിടേക്കാണ് പോകുന്നത്? വളരെ മോശപ്പെട്ട നിലക്കുള്ള എല്ലാ രൂപത്തിലുള്ള ലഹരിയുടെയും വിൽപ്പനയുടെയും ആളുകളായി നമ്മുടെ സമുദായം അങ്ങതപ്പതിക്കുന്നു. അതൊന്നും ഒരു തകരാറല്ല എന്നാണ്. അവരുമായിട്ടുള്ള കൂട്ടുകെട്ട്, അത് വിളമ്പുന്ന സദസ്സുകള്, അത് വിളമ്പുന്ന വേദികള്, അതിലേക്കൊക്കെ പോയി ഇരുന്നു കൊടുക്കും. അത് വിളമ്പുന്ന വേദികളിൽ പോലും പങ്കെടുക്കരുതെന്നാണ്. മദ്യം വിളമ്പുന്ന വേദികളിൽ പോയി ഇരുന്നു കൊടുക്കുന്നത് പോലും തെറ്റാണെന്നാണ്. എത്രയോ പാർട്ടികളിലേക്ക് ക്ഷണിക്കപ്പെടുമ്പോ ആ പാർട്ടിയിലേക്ക് ഞാൻ പോയിട്ടില്ലെങ്കിൽ എനിക്ക് ദുന്യാവിൽ നഷ്ടമാണെന്ന് വിചാരിച്ച്, ഫ്രണ്ട്ഷിപ്പ് മുറിഞ്ഞു പോകുമെന്ന് വിചാരിച്ചുകൊണ്ട് അതാ അത്തരത്തിലുള്ള വേദികളിലേക്ക് പോകുന്നതിന്റെ മുമ്പ് മുസ്ലിം ഒരു 100 വട്ടം ചിന്തിച്ചോളണം. അതാ ഖംറ് വിളമ്പപ്പെടുന്ന, അതാ മദ്യം വിളമ്പപ്പെടുന്ന അത്തരത്തിലുള്ള വേദികളിലേക്ക് എനിക്ക് പോകാൻ പാടില്ല. അത് ശാപം ചെയ്യപ്പെടുന്ന വേദിയാണ്. നമ്മൾ മനസ്സിലാക്കിക്കോ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ എല്ലാ തിന്മകളുടെയും മാതാവാണ് മദ്യമെന്നല്ലേ പറഞ്ഞത്? അവിടുന്ന് അതിന്റെ ഉപോത്ബലകമായി കൊണ്ടൊരു ചരിത്രം പറഞ്ഞതായി ചില റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാം. ഇന്ന മലികം മിൻ മുലൂകി ബനി ഇസ്രായീൽ, ഇസ്രായേൽ രാജാക്കന്മാരിൽപ്പെട്ട ഒരു രാജാവ് ഒരു നല്ലവനായ മനുഷ്യനെ പിടിച്ചു ബന്ധിക്കുകയാണ്. ഒരു നല്ലവനായ മനുഷ്യനെ പിടിച്ചൊരു രാജാവ് കെട്ടിയിട്ട് അതാ തടവിലിട്ടിട്ട് ആ മനുഷ്യനോട് കള്ളു കുടിക്കാൻ നിർബന്ധിക്കുന്നു. നീ മദ്യം കുടിച്ചേ പറ്റൂ, അതല്ലെങ്കിൽ നീ ഒരാളെ കൊല്ലണം, അതല്ലെങ്കിൽ നീ വ്യഭിചരിക്കണം, അതല്ലെങ്കിൽ അതല്ലെങ്കിൽ നാലാമത് നിനക്കൊരു ഓപ്ഷൻ ഉണ്ട്. എന്താണ്? നീ പന്നിമാംസം തിന്നോളണം, അതല്ലെങ്കിൽ ഇതിനൊന്നും നീ തയ്യാറില്ലെങ്കിൽ ഇന്നബാ, നീ അതിന് വിസമ്മതിക്കുകയാണെങ്കിൽ നിന്നെ കളയുന്നതാണ്. 4 കാര്യങ്ങളായ അയാളെ തടവിലിട്ടിട്ട് പറഞ്ഞത് ആവശ്യപ്പെട്ടത്. ഒരു നല്ലവനായ മനുഷ്യനാണ്. ഫഖ്താറൽ ഖംറ, അയാൾ ഇതിൽ താരതമ്യേന കുഴപ്പമില്ലാത്തത് എന്ന് മനസ്സിലാക്കിയിട്ട് കള്ള് തെരഞ്ഞെടുത്തു. മറ്റൊന്ന് കൊലപാതകമാണ് ആവശ്യപ്പെട്ടത്, മറ്റൊന്ന് വ്യഭിചാരമാണ് ആവശ്യപ്പെട്ടത്, മറ്റൊന്ന് പന്നിമാംസം തിന്നലാണ് ആവശ്യപ്പെട്ടത്. കൂട്ടത്തിൽ പറഞ്ഞു കള്ളും കുടിക്കണമെന്ന്. ഇതിലേതും നിനക്ക് തെരഞ്ഞെടുക്കാം. ഈ മനുഷ്യൻ കള്ളു കുടിക്കലാണ് ഏറ്റവും എനിക്ക് നല്ലത്, മറ്റുള്ളതൊന്നും എന്നെ കൊണ്ട് ചെയ്യാനാവില്ല, ഈ ഒരു കാര്യം ചെയ്തിട്ട് രക്ഷപ്പെടാമെന്ന് വിചാരിച്ച് കള്ള് തെരഞ്ഞെടുത്തപ്പോൾ വൈന്നഹു ലമ്മാ ശരിബൽ ഖംറ, അയാൾ കള്ളു കുടിച്ചപ്പോൾ ലം യംതനി മിൻ ശൈഇൻ അറാദൂഹു മിൻഹു, ഈ മനുഷ്യനെ കൊണ്ട് എന്തൊക്കെയാണോ അവരാവശ്യപ്പെട്ടതെങ്കിൽ അതൊന്നും പിന്നെ ചെയ്യാൻ ഇയാൾക്ക് മടിയുണ്ടായില്ല. മദ്യം അങ്ങോട്ട് അകത്ത് ചെന്നപ്പോ പിന്നെ ഇയാളെല്ലാം ചെയ്തു. വ്യഭിചരിച്ചു, കൊലപാതകം നടത്തി, അതുപോലെ തന്നെ പന്നിമാംസം മൂക്കറ്റം കഴിച്ചു, എല്ലാം ചെയ്തു. കാരണം എന്താ? ആള് മാറിപ്പോയി. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അത് ലാ തശ്റബിൽ ഖംറ, നീ കള്ള് കുടിക്കരുത്, നീ ലഹരി ഉപയോഗിക്കരുത്. ഫഇന്നഹാ മിഫ്താഹു കുല്ലി ശർരിൻ, എല്ലാ തിന്മകളുടെയും മാതാവാണ് മദ്യം. എത്ര ഗൗരവത്തോടെയാണ് ഇതൊക്കെ പറയേണ്ടി വരുന്നത് പ്രിയപ്പെട്ടവരെ. ഈ സമുദായത്തിൽ കള്ള് കുടിക്കുന്ന ആളുകളുടെ എണ്ണം നാൾക്ക് നാൾ വർദ്ധിക്കുകയാണ്. മുസ്ലിം ഉമ്മത്തിന്റെ കാര്യമാ പറയുന്നത്. പെരുന്നാൾ ദിവസങ്ങളിൽ കുടിയന്മാരെത്രയാണ്, ആഘോഷ ദിവസങ്ങളിൽ കുടിയന്മാരെത്രയാണ്. ഇപ്പോൾ അതാ കേരളത്തിലതാ ഒരു സ്ഥലത്ത്, കേരളത്തിൽ പുതിയങ്ങാടിയിൽ നേർച്ച നടന്നു. പുതിയങ്ങാടിയിൽ നേർച്ച നടന്നു. നേർച്ച എന്ന് പറയുന്ന മാപ്പിളപ്പൂരം. ആ മാപ്പിളപ്പൂരം നടന്നപ്പോ അതാ അവിടെയുള്ള അധികൃതർ എന്ത് ചെയ്തു? 3 ദിവസത്തിന് ബാർ തുറക്കാൻ പാടില്ലെന്ന് നിയമമുണ്ടാക്കി. ചിന്തിക്കൂ പ്രിയപ്പെട്ടവരെ, മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന മാപ്പിളമാരുടെ പൂരമാണ്. നേർച്ച ഉറൂസിന്റെ കാര്യമാ പറയുന്നത്. അതോടനുബന്ധിച്ച് 3 ദിവസം ബാറ് പൂട്ടണമെങ്കിൽ ഈ സമുദായത്തിലെ മെമ്പർമാരെ കൊണ്ട് ബാറുകാർക്ക് ശല്യമാണെന്നല്ലേ? മറ്റുള്ളവർക്കൊരു തുള്ളി കുടിക്കാൻ കിട്ടാത്ത രൂപത്തിൽ ഈ സമുദായത്തിലെ ആളുകൾ തന്നെ കുടിച്ച് തീർത്തുകൊണ്ട് അല്ലാഹുവിനെ ധിക്കരിക്കുന്ന ലോകം വർദ്ധിച്ചുവെങ്കിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താണ്? ലാ തഖൂമുസ്സാഅ, അന്ത്യനാൾ സംഭവിക്കൂല, ഇതൊക്കെ നടന്നേ പറ്റൂ.
അല്ലാഹു നമ്മയും നമ്മുടെ മക്കളെയും കുടുംബങ്ങളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. എപ്പോഴും ദുആ ചെയ്യണം പ്രിയപ്പെട്ടവരെ. നമ്മുടെ മക്കൾ അറിയാതെ അഡിക്റ്റായി പോവുകയാണ്. അതാ സ്കൂളുകളുടെയും കോളേജുകളുടെയും ക്യാമ്പസിൽ ഈ പൊതുവിതരണം നടക്കുന്നുണ്ട്. പെട്ടിക്കടകളില്ലതാ ആകർഷകമായ രൂപത്തിലുള്ള പാക്കറ്റുകളിലൂടെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചില്ലേ, യുസമ്മൂനഹാ ബിഗൈരി ഇസ്മിഹാ, മറ്റ് ചില ബ്രാൻഡ് നെയിമുകളും പേരുകളും കൊടുത്തുകൊണ്ട് ഈ സമുദായത്തെ കൊണ്ട് ലഹരിയുടെ അടിമകളാക്കാൻ വെമ്പുന്ന ജനക്കൂട്ടം. സൂക്ഷിക്കണം. വളരെ ഗൗരവമാണ്, വളരെ ഗൗരവമാണ്. അറിയുന്നില്ല ആളുകൾ, ചില കുട്ടികൾ ചില മിഠായി കിട്ടാൻ പിടിവാശിയാണ് നാട്ടിൽ. എനിക്കത് കിട്ടിയേ പറ്റൂ എന്ന് പറയുകയാണ്. കാരണം തുടർച്ചയായി ചില ദിവസം അവനത് കഴിച്ചപ്പോ അതിൽ ചില അംശങ്ങൾ അവന്റെ ബ്ലഡിൽ കലർന്നുപോയി. സൂക്ഷിക്കണേ ഉമ്മമാരെ, സൂക്ഷിക്കണേ പ്രിയപ്പെട്ടവരെ. ഈ ലോകം വളരെ നാശത്തിലേക്കാണ് നീങ്ങുന്നത്. ഇനി അത് പിടിച്ചാൽ കിട്ടാത്തിടത്തേക്കാണ് പോകുന്നത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരാൾ മദ്യം ഒരിക്കൽ തന്നെ കുടിച്ചാൽ പോലും 40 ദിവസത്തെ നിസ്കാരം സ്വീകരിക്കൂല. ഒരു തവണ മദ്യം രുചിച്ചവന്റെ 40 ദിന നമസ്കാരം സ്വീകരിക്കപ്പെടൂല. മാത്രമല്ല വലാ യമൂതു വഫീ മസാനിഹി മിന്നു ശൈഉൻ ഇല്ലാ ഹുരിമത് അലൈഹിൽ ജന്ന. അത് കുടിച്ച ലഹരി അവന്റെ വയറ്റിലുണ്ടായിരിക്കെ അവൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ സ്വർഗം അവന്റെ മേൽ നിഷിദ്ധമാണ്, സ്വർഗം അവന്റെ മേൽ നിഷിദ്ധമാണ്. മാത്തമീത്തൻ ജാഹിലിയ, ജാഹിലിയ മരണമാണ് അവൻ മരിക്കുന്നത്. ആലോചിച്ചു നോക്കണം. ഇസ്ലാം വളരെ ഗൗരവത്തിലാണ് ഇത് പറയുന്നത്, വളരെ ഗൗരവത്തിലാണ്. മുസ്ലിം സമുദായം ഇതിനൊക്കെ വളരെ ഒരു ലാഘവ ബുദ്ധിയോടുകൂടി കാണുകയാണ്. എന്തേ അങ്ങനെ പറയാൻ കാരണം എന്നറിയോ? നിങ്ങൾ നാട്ടിലൊന്ന് പോയി നോക്കിൻ. കല്യാണവേളകളിൽ മുസ്ലിമീങ്ങളുടെ കല്യാണത്തിന്റെ ദിവസം പൊട്ടിക്കുന്ന കുപ്പികൾ എത്രയാണ്? ഓ, ആ ജിയാരുടെ വീട്ടിൽ പൊട്ടിക്കുന്നത് എത്രയാണ്? പണക്കാരന്റെ വീട്ടിൽ പൊട്ടിക്കുന്ന കുപ്പിയുടെ എണ്ണം എത്രയാണ്? അതാ ആ വീട്ടിൽ തലേന്ന് ഒരുക്കത്തിന് വരുന്നു എന്ന് പറയുന്ന ചെമ്മാടി കുട്ടികൾ, യുവതി യുവാക്കന്മാര് കുടിച്ചു തള്ളുന്ന കുപ്പികൾ എത്രയാണ് മുസ്ലിമേ? അറിഞ്ഞിട്ടും അറിയാത്തമെന്ന മട്ടിൽ കണ്ണടക്കുന്നു ബന്ധപ്പെട്ട രക്ഷാധികാരികൾ. പാപ്പ കണ്ണടക്കുകയാണ്, മക്കളും കൂട്ടുകാരും പോയി വീശുന്നത് കണ്ടിട്ട് ഉമ്മ കണ്ണടക്കുകയാണ്, മണിയറയിൽ കുപ്പി കൊണ്ടുവന്ന് വെക്കുകയാണ്. അങ്ങനെ സർവ്വ മോശത്തരങ്ങൾക്കും കേരളത്തിന്റെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കല്യാണങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ. മദ്യം എത്രയാണ് പൊട്ടിക്കുന്നത്? ഇതൊന്നും ഉണ്ടായിരുന്നില്ല നമ്മുടെ സമുദായത്തിൽ, ഇത്രയൊന്നും ഉണ്ടായിരുന്നില്ല. ആളുകൾക്കൊരു വലിയ വിഷമായിരുന്നു. ഒരാളൊന്ന് കുടിക്കാൻ പറഞ്ഞാൽ എന്തായിരുന്നു സമൂഹത്തിൽ അവന്റെ സ്ഥിതി? ഇന്ന് സ്വകാര്യത പോയി, ഇന്ന് പരസ്യമാണ്. ഒരു പ്രശ്നവും ഒരാൾക്കുമില്ലല്ലോ, യാതൊരു ബുദ്ധിമുട്ടും ഒരാൾക്കുമില്ലല്ലോ. ഈ ഒരവസ്ഥ ലോകത്ത് വരുമ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നാളെ മഹ്ശറിൽ എത്തിക്കഴിഞ്ഞാൽ ഈ രൂപത്തിൽ ഇത് രുചിച്ചു നോക്കിയവൻ അങ്ങനെ തൗബ ചെയ്യാതെ മരിച്ചുപോയിട്ടുണ്ടെങ്കിൽ വസഖാഹു മിൻ തീനത്തിൽ ഖബാൽ, തീനത്തുൽ ഖബാലിൽ നിന്നാണ് നരകത്തിൽ വെച്ചവന് കുടിപ്പിക്കപ്പെടുക. എന്താണ് ഈ തീനത്തുൽ ഖബാൽ? തീനത്തുൽ ഖബാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നഹറും മിൻ സദീദി അഹ്ലിന്നാർ, നരകത്തിയിൽ വെന്തരിയുന്ന പാപികളുടെ ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങിക്കൊണ്ടിരിക്കുന്ന ചീഞ്ചലമാണത്. നരകത്തിയിലുള്ള പാപികളുടെ ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങിക്കൊണ്ടിരിക്കുന്ന ചീഞ്ഞ ജലമാണത്, ചീഞ്ചലമാണ്. അതാണ് മദ്യപാനികൾക്ക് നാളെ മഹ്ശറിൽ വെച്ച് അല്ലാഹു കുടിപ്പിക്കുന്നത് എന്ന് വളരെ ഗൗരവത്തോടുകൂടി നാം മനസ്സിലാക്കണം. അതെത്ര ഗൗരവത്തോടെ മനസ്സിലാക്കുന്നുവോ അത്രയും അതുമായി ബന്ധപ്പെട്ടവരെ തിരുത്താൻ നമുക്ക് സാധിക്കും. ഇത് വല്ലാത്തൊരു അപകടമാണ്. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ മനുഷ്യന് കഴിയാതാവുകയാണ്. ഇന്നിപ്പോ എത്രയോ സ്ഥലങ്ങളുണ്ട് മദ്യപാനികളെ നല്ലവരാക്കാനുള്ള സ്ഥാപനങ്ങൾ. അഡ്മിറ്റ് ചെയ്യപ്പെടുകയാണ്, മാസം 2 മാസമൊക്കെ ഗുളിക കഴിക്കുന്നു, മരുന്ന് കഴിക്കുന്നു. വീട്ടിലെത്തിയാൽ പിന്നെയും പഴയപടി, വീട്ടിലെത്തിയാൽ പിന്നെയും പഴയപടി. കഴിയുന്നില്ല. കിട്ടാഞ്ഞാൽ വിറക്കുകയാണ്, കിട്ടാഞ്ഞാൽ ബോധരഹിതനായി വീഴുകയാണ്. എത്രത്തോളം അപകടത്തിലേക്കാണ് നീങ്ങുന്നത്. അതുകൊണ്ട് ഇത് ലോകത്ത് വ്യാപിക്കുന്ന ഒരവസ്ഥയാണ്. അത്തരം കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകുന്നത് അതുമായി ബന്ധപ്പെടുന്ന ഒരു കാര്യത്തിലേക്കും മുസ്ലിം തീരെ എത്തി നോക്കാതിരിക്കാൻ തന്നെയാണ്.
ഇനി ഹദീസിൽ പറഞ്ഞ രണ്ടാമത്തെ കാര്യം എന്താണ്? വ്യഭിചാരത്തിന്റെ വർധനവാണ്. വ്യഭിചാരം ലോകത്ത് വർദ്ധിക്കുന്നു എന്നതിന് ഞാൻ കണക്കുകൾ നിരത്തേണ്ടതില്ല. നിങ്ങൾ നോക്കൂ, രാജ്യത്തതാ ഒരുപാട് പ്രശ്നങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോ ചികിത്സയില്ലാത്ത രോഗങ്ങൾ ഇങ്ങനെ അധികമായി വന്നുകൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബത്തിന്റെ നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് അതാ പ്രസംഗിക്കുന്ന നേരത്തെ അവിടുന്ന് പറയുന്നു, യാ മഅ്ശറൽ മുഹാജിരീൻ, ഓ മുഹാജിറുകളെ, സഹാബിമാരെ, ഖംസുൻ, 5 കാര്യങ്ങൾ, ഇദബ്തുലീതും ബിഹിന്ന അഊദു ബില്ലാഹി അൻ തുദ്രികൂഹുന്ന, 5 പരീക്ഷണങ്ങളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? നിങ്ങൾ ആ പരീക്ഷണങ്ങളിൽ എത്താതെ അല്ലാഹു നിങ്ങളെ കാത്തുകൊള്ളട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തുകൊണ്ട് ആമുഖം പറഞ്ഞിട്ട് സഹാബത്തിനോട് പറഞ്ഞ ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? ലം തൽഹരിൽ ഫാഹിശതു ഫീ ഖൗമിൻ ഖത്തു, ഒരു സമൂഹത്തിൽ ഫാഹിശത്ത് ഇങ്ങനെ പ്രകടമാകാൻ തുടങ്ങിയാൽ, അഥവാ ഹത്താ യുഅ്ലിനൂ ബിഹാ, അത് സമൂഹത്തിൽ അങ്ങനെ പ്രചാരം സിദ്ധിക്കുമ്പോ, ഇല്ലാ ഫശാ ഫീഹി മുത്താഊനു വൽ ഔജാഉ അല്ലതി ലം തകുൻ മദത് ഫീ അസ്ലാഫിഹിം. എന്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന മുന്നറിയിപ്പ്? മുൻഗാമികൾക്കൊന്നും പരിചയമില്ലാത്ത മാരകമായ രോഗങ്ങളും വേദനകളും ആ സമൂഹത്തിൽ പ്രചരിക്കാതിരിക്കുകയില്ല. അതാണെന്ന് ലോകത്ത് പ്രചാരം കിട്ടിക്കൊണ്ടിരിക്കുന്ന മരുന്നില്ലാത്ത എയ്ഡ്സ് പോലെയുള്ള മാരകമായ രോഗങ്ങൾ. ചികിത്സിക്കാൻ കഴിയുന്നില്ല. എന്താ കാരണം? വൃത്തികേടുകൾ ലോകത്ത് വർദ്ധിക്കുകയാണ്. വൃത്തികേടുകൾ ധാരാളമായി ഇത്ര വർദ്ധിക്കാൻ എന്താ കാരണം? അതിനുള്ള കാരണങ്ങൾ ഈ സമൂഹത്തിൽ നാം വിശദീകരിച്ചല്ലോ, മുമ്പ് നമ്മൾ വിശദീകരിച്ചു. അതാ സ്ത്രീകളുടെ അഴിഞ്ഞാട്ടം വർദ്ധിക്കുക, മാർക്കറ്റുകളിലും മാളുകളിലുമൊക്കെ കാണുന്ന നഗ്നതാ പ്രദർശനം ഒരു മുസ്ലിമിന് കയറാൻ പറ്റാത്ത രൂപത്തിലുള്ള അവസ്ഥയോളം വളരുകയാണ്. ആ രൂപത്തിൽ അവനവന്റെ നഗ്നത പ്രകടിപ്പിക്കുന്നത് വ്യഭിചാരത്തിന്റെ തോത് വർദ്ധിപ്പിക്കുകയാണ്. വ്യഭിചാരം ഒറ്റടിക്ക് ലോകത്തങ്ങ് വർദ്ധിക്കുന്നതല്ല. വ്യഭിചാരം വർദ്ധിപ്പിക്കാൻ, ആ വ്യഭിചാരത്തിലേക്ക് മനുഷ്യനെ നയിക്കാനുള്ള സ്വഭാവങ്ങൾ ഡ്രസ്സിന്റെ പ്രത്യേകമായ ആ ഫാഷനുകളിലൂടെ, അതല്ലെങ്കിൽ അതിന്റെ ആ പ്രത്യേകമായ ധരിക്കൽ എങ്ങനെയാണെന്ന് പഠിപ്പിക്കുന്നതിലൂടെ, ശരീരത്തിന്റെ സൗന്ദര്യം എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടതെന്ന കോഴ്സുകളിലൂടെ, ഈ രൂപത്തിലൊക്കെ അതിങ്ങനെ പ്രദർശിപ്പിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ മാർക്കറ്റുകളിലൂടെ, മാളുകളിലൂടെ നഗ്നതാ പ്രകടനം ധാരാളമായി നടക്കുമ്പോ വ്യഭിചാരത്തിന്റെ തോതുകൾ വർദ്ധിച്ചു വരുന്നു. രണ്ടാമത്തെ കാരണമാകുന്നത് മീഡിയകളാണ്, പത്രമാധ്യമങ്ങളാണ്, ദൃശ്യശ്രവ്യ മാധ്യമങ്ങളാണ് കാരണമായി മാറുന്ന മറ്റൊരു പ്രത്യേകമായ അവസ്ഥ. അത് ജനങ്ങൾക്കിടയിലേക്ക് വ്യഭിചാരത്തെ കൂടുതലായി കൊണ്ട് മാർക്കറ്റ് ചെയ്യപ്പെടുകയാണ്. അങ്ങനെ മാർക്കറ്റ് ചെയ്യുകയാണ്. തോന്നിവാസങ്ങളാണ് നടക്കുന്നത്, മുഴുവനും ഡാൻസുകളാണ് നടക്കുന്നത്, ആട്ടമാണ്, പാട്ടുകളാണ്, കൂത്തുകളാണ്, സംഗീതമാണ്, എല്ലാ രൂപത്തിലുള്ള വൃത്തികേടുകളും ഇത് ഈ സമൂഹത്തിൽ ഇങ്ങനെ വർദ്ധിക്കുമ്പോ അതാ സമൂഹത്തെ മുഴുവൻ ബാധിക്കുന്ന മാരകമായ ശിക്ഷകളും ഇറങ്ങുന്നതിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് മുന്നറിയിപ്പ് നൽകിയപ്പോ സഹാബത്ത് ചോദിക്കുകയാണ്, അനുഹ്ലികു വഫീന സാലിഹൂൻ, ഓ നബിയേ, ഞങ്ങൾ നശിപ്പിക്കപ്പെടുമോ? സാലിഹീങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ജീവിച്ചിരുന്നാലും നശിപ്പിക്കപ്പെടുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നഅം ഇദാ കസുറൽ ഖുബുസു, ചീത്തയും മ്ലേച്ഛകരമായ കാര്യങ്ങൾ അധികരിച്ചാൽ അതിൽ വരുന്ന ശിക്ഷയിൽ സാലിഹീങ്ങളും പെട്ടുപോകുന്നതാണ്. അത്രത്തോളം ഇത് രാജ്യത്ത് വർദ്ധിക്കും. ഇസ്ലാം എന്താ പറഞ്ഞത്? വലാ തഖറബുസ്സിന, നിങ്ങൾ വ്യഭിചാരത്തോടടുക്കരുത്. ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീലാ, അത് വളരെ വൃത്തികെട്ട പരിപാടിയാണ്, അത് വളരെ മോശമായ മാർഗമാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോടെ പറഞ്ഞു. എന്നാൽ ഇന്ന് പാർക്കുകളിലായിരുന്നാലും ബീച്ചുകളിലാണെങ്കിലും പൊതുനിരത്തുകളിൽ പോലും പൊതുസ്ഥലങ്ങളിൽ വെച്ച് പോലും രണ്ടാൾക്കും സമ്മതമാണെങ്കിൽ അതാ വ്യഭിചാരം നടക്കുന്നതിന്
ഒരു കുഴപ്പവുമില്ലാത്ത അവസ്ഥയിലേക്ക് ലോകം അതപ്പതിച്ചു പോയി. ആരെങ്കിലും അതിനെ എതിർത്തുവെങ്കിൽ അവനെ വിഡ്ഢിയായി ചിത്രീകരിക്കപ്പെടുന്നു. മൃഗങ്ങളെപ്പോലും നാണിപ്പിക്കുന്ന നിലക്കുള്ള പരസ്യമായ വീഴ്ച, മൃഗങ്ങളെ നാണിപ്പിക്കുന്ന നിലക്കുള്ള പരസ്യമായ വീഴ്ച. ഖുർആൻ ചോദിച്ചില്ലേ, അം തഹ്സബു അന്ന അക്സറഹും യസ്മഊന ഔ യഖിലൂൻ ഇൻഹും ഇല്ലാ കൽഅൻആമി ബൽ ഹും അദല്ലു സബീലാ. ഓ നബിയെ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അവരിൽ അധികം ആളുകളും കേൾക്കുന്നു, ചിന്തിക്കുന്നു എന്നൊക്കെ? എന്ത് കേട്ടിട്ടെന്താ? എത്ര ആയത്ത് കേട്ടിട്ടെന്താ? എത്ര ഹദീസുകൾ കേട്ടിട്ടെന്താ? അവരിതൊന്നും ഉൾക്കൊള്ളൂല. ഇൻഹും ഇല്ലാ കൽഅൻആം, അവര് നാൽക്കാലികളെ പോലെയാണ്. ബൽഹും അദല്ലു സബീലാ, വളരെ അതിനേക്കാൾ മോശമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഓതിക്കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഈ സമുദായത്തിൽ നടക്കാൻ പോകുന്നത് എന്താണ് ഈ സമൂഹത്തിൽ നടക്കുക? വല്ലദീ നഫ്സീ ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനെ തന്നെയാണ് സത്യം. ലാ തഫ്നി ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്ത് നശിക്കൂല, അന്ത്യനാൾ സംഭവിക്കൂല. ഹത്താ യഖൂമർ റജുലു ഇലൽ മർആ, പുരുഷനതാ പെണ്ണിന്റെ നേരെ അങ്ങ് കയറി പിടിക്കും. ഫയഫ്തരിസുഹാ ഫിത്തരീഖ്, വഴിയിൽ വെച്ച്, പൊതുവഴിയിൽ വെച്ച് തന്നെ അവളുമായിട്ടവൻ വീഴ്ച നടത്തും. ഫയകൂനു ഖിയാറുഹും യൗമൈദിൻ, ആ കാലഘട്ടത്തിൽ ഏറ്റവും ഉത്തമനായ മനുഷ്യന്മാരാരായിരിക്കുമെന്നോ? മൻ യഖൂലു, ഇപ്രകാരം പറയുന്നവനാണ്. ലൗ അറൈതഹാ വറാഅ ഹാദൽ ഹൈതി, ആ മറയുടെ അപ്പുറത്തേക്കൊന്ന് കിടന്നൂടെ മനുഷ്യ? ഇങ്ങനെ പരസ്യമായി കിടക്കാതെ ഒന്ന് മറക്കപ്പുറത്തേക്ക് മാറൂ എന്ന് പറയുന്നവൻ അക്കാലഘട്ടത്തിലെ ഏറ്റവും ഹൈറായ മനുഷ്യനായിരിക്കും. അത്രത്തോളം ലോകം നശിക്കാൻ പോകുന്നു. ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട് അതാ 7-ാം നൂറ്റാണ്ടിൽ വഫാത്തായി പോയ മഹാനായ ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് പറയാണ്, ഇക്കാലത്തല്ല, നമ്മളിന്ന് എത്രയോ അതിന്റെ ഇരട്ടി നൂറ്റാണ്ടിലെത്തി. ആ കാലഘട്ടത്തിൽ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട് മഹാനവറുകൾ പറയാണ്, ഫീ ഹാദൽ ഹദീസി, ഈ ഹദീസിലുണ്ട് അലമും മിൻ അലാമിൻ നബുവ, അല്ലാഹുവിന്റെ റസൂലിന്റെ നബുവത്തിന്റെ മഹാത്ഭുതങ്ങളിൽ വലിയ അടയാളങ്ങളിൽ ഒരടയാളമാണിത്. കാരണം അവിടുന്ന് വരാൻ പോകുന്ന കാര്യത്തെ സംബന്ധിച്ച് അന്നേ പറഞ്ഞല്ലോ, ഫവഖഅതു ഖുസൂസൻ ഫീ ഹാദിഹിൽ അസ്മാൻ, ഇക്കാലത്തത് സംഭവിച്ചല്ലോ. 7-ാം നൂറ്റാണ്ടുകാരനായ മഹാനായ ഇമാം ഖുർത്തുബി റഹിമഹുള്ളയുടെ കാലത്തിൽ നടന്നുവെങ്കിൽ ഇങ്ങ് 15-ാം നൂറ്റാണ്ടിൽ എത്തി നിൽക്കുന്ന നമ്മുടെ കാലത്തെ സ്ഥിതി പറയണോ? ഇക്കാലം കണ്ടാൽ മഹാനവറുകൾ എന്താണ് എഴുതി വെക്കുക? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വയബ്ഖാ സിറാറുൻ നാസി, ജനങ്ങളിൽ വളരെ മോശപ്പെട്ട ആളുകൾ രാജ്യത്ത് ബാക്കിയാകും. യതഹാറജൂന ഫിഹാ, അന്ന് മാർക്കറ്റിലിറങ്ങിയാൽ, അന്ന് റോട്ടിലിറങ്ങിയാൽ, അന്ന് പാർക്കിലിറങ്ങിയാൽ, അന്ന് പൊതുസ്ഥലത്തിറങ്ങിയാൽ കാണുന്ന കാഴ്ച എന്തായിരിക്കും? യതഹാറജൂന ഫിഹാ തഹാറുജൽ ഹുബരി, കഴുതകളില്ലേ, ആൺകഴുത പെൺകഴുതയോട് ഇണചേരുന്നു. ആ രൂപത്തിൽ പരസ്യമായി കൊണ്ട് ആണും പെണ്ണും ഇണചേരുന്ന ഒരു കാലഘട്ടം വരാതെ അന്ത്യനാള് സംഭവിക്കൂല. ഇബ്നു ഹിബ്ബാൻ റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ കാണാം, ലാ തഖൂമു സ്സാഅ, അന്ത്യനാള് സംഭവിക്കൂല. ഹത്താ യതസാഫദൂ ഫിത്തരീഖ്, പൊതുവഴിയിൽ വെച്ച് ആണും പെണ്ണുമതാ പരസ്യമായി വീഴ്ച ചെയ്യുകയാണ്. തസാഫുദൽ ഹമീർ, കഴുതകൾ മൃഗങ്ങൾ ഇണചേരും പോലെ. ഇതങ്ങ് കേട്ടപ്പോ സഹാബത്ത് ഇബ്നു അംർ റളിയല്ലാഹു തആല അൻഹു ഇതങ്ങ് കേട്ടപ്പോ അത്ഭുതത്തോടെ അല്ലാഹുവിന്റെ റസൂലിനോട് അന്ന് ചോദിച്ചു, ഇന്നദാലിക ലകായിനുൻ, അങ്ങനെയൊക്കെ വരുമോ നബിയേ? അങ്ങനെയൊക്കെ സംഭവിക്കുമോ നബിയേ? സഹാബത്തല്ലേ ഏറ്റവും വലിയ ശുദ്ധരായ ആ മനസ്സുകളിൽ ചിന്തിക്കാൻ പോലും കഴിഞ്ഞില്ലല്ലോ. ഒരു പെണ്ണിനെ അനാവശ്യമായി നോക്കാൻ കഴിയാത്ത മനസ്സുകൾ,
ഒരു പെണ്ണിനെ അനാവശ്യമായി അവളോട് കൊഞ്ചാൻ മനസ്സില്ലാത്ത മനസ്സുകൾ, ഒരു സംഗീതത്തിന്റെ ശബ്ദം കേട്ടിട്ടില്ലാത്ത കാതുകൾ, ആ പരമശുദ്ധരായ നേതാക്കന്മാർക്ക് ഈ ഹദീസ് കേട്ടപ്പോ ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ട് അവർ ചോദിക്കുകയാണ്, ഇത്ര പരസ്യമായിട്ടൊക്കെ ഈ അവസ്ഥ ലോകത്ത് വരുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി എന്താണ്? നഅം ലയകൂനന്ന, അതേ ഇബ്നു ഉംറ, അത് സംഭവിക്കുക തന്നെ ചെയ്യാനുള്ളതാണ്. സദഖ റസൂലുള്ളാഹി. ലോകത്തത് സംഭവിച്ചു. ലോകമിന്ന് ലൈവായി അതാ അശ്ലീലം കാണുകയാണ്. ആണും തമ്മിലുള്ള വേഴ്ച കാണുകയാണ്. ആണും പെണ്ണും തമ്മിലുള്ള വേഴ്ച കാണുകയാണ്. പെണ്ണും തമ്മിലുള്ള വേഴ്ച കാണുകയാണ്. പണം കൊടുത്തുകൊണ്ടും അല്ലാതെയും അതാ സൗജന്യമായും അതുപോലെ തന്നെ ബില്ലടച്ചുകൊണ്ടും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വൃത്തികെട്ട മനുഷ്യന്മാർ ഇതിലെ നായകന്മാരാണ്. അവർ ഈ ഏർപ്പാട് ചെയ്യുന്നു. അത് പരസ്യമായി. മുസ്ലിമേ, നമ്മുടെ ഫ്ളാറ്റിന്റെ മുകളിലുള്ള ആ ഡിഷിലൂടെ അരിച്ചിറങ്ങുന്നത് നീ പണം കൊടുത്തുകൊണ്ട് നിന്റെ വീട്ടിലേക്ക് അരിച്ചിറങ്ങുന്ന ആ ഹറാമിന്റെ തരംഗങ്ങൾ നാളെ മഹ്ശറിൽ നിന്ന് നരകത്തിലേക്ക് തള്ളാനുള്ളതാണ്. ഒരു സംശയവും വേണ്ട. ഇനിയും ആർക്കെങ്കിലും ഈ സാധനം വീട്ടിന്റെ അകത്ത് നിലനിർത്താൻ സാധിക്കുന്നുവെങ്കിൽ, ഓ മുസ്ലിമേ, പലപ്പോഴും പറയും എനിക്ക് നല്ല കൺട്രോളാണെന്ന്. കൺട്രോള് മുഴുവനും തെറ്റിപ്പോകുന്ന അവസ്ഥയിലേക്ക് നീങ്ങുമ്പോ, പ്രിയപ്പെട്ട മുസ്ലിമേ, വൃത്തികേട് രാജ്യത്തിങ്ങനെ പ്രക്ഷേപണം ചെയ്യപ്പെടുമ്പോ, മുസ്ലിമേ, അവനവന്റെ വീട്ടിൽ നിന്നൊന്നും എടുത്തു മാറ്റിക്കൂടെ? ആ ഒരവസ്ഥയിലേക്കെങ്കിലും ഈമാനികമായി വളർന്നുകൂടെ? ഇത് അവരവരോട് ചോദിക്കേണ്ട കാര്യമാണെന്ന് എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരോട് പറയുന്നു, പെങ്ങന്മാരോട് പറയുന്നു, സഹോദരന്മാരോട് പറയുന്നു. ആർക്കായി നിർത്തിക്കൂടെ? ഈ ഹറാമാണ് നമ്മുടെ വീടുകളിൽ പ്രദർശിപ്പിക്കപ്പെടുന്നത്. ഈ ഹറാമാണ് ബാപ്പയും മകളും, ആങ്ങളയും പെങ്ങളും, ജ്യേഷ്ഠന്റെ ഭാര്യയും അതുപോലെ തന്നെ അനുജനും, അനുജന്റെ ഭാര്യയും ജ്യേഷ്ഠന്റെ ഭാര്യയും, അതുപോലെ തന്നെ അനിയനും അനിയത്തിയും, കൂടപ്പിറപ്പുകളും അന്യരും അല്ലാത്തവരും വീട്ടിന്റെ സോഫയിലിരുന്നു കൊണ്ട് ഈ വൃത്തികേട് കണ്ടുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട്, പ്രിയപ്പെട്ടവരെ, ലോകത്തിന് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കാരെ കുറ്റപ്പെടുത്താൻ സാധിക്കും? 100 വട്ടം ആലോചിച്ചോളണം. 100 വട്ടം ആലോചിച്ചോളണം. കാര്യങ്ങൾ എങ്ങട്ടാ നീങ്ങുന്നത്? പണ്ട് കാലത്ത് നമ്മുടെ മോന്റെ കൈ പിടിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോ ഏതെങ്കിലും ഒരു സിനിമാ പോസ്റ്ററിൽ ഒരാണും പെണ്ണും കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന രംഗമുണ്ടെങ്കിൽ കുട്ടികളെ അതങ്ങോട്ട് കാണാതിരിക്കാൻ വേണ്ടി കൈ പിടിച്ചു കൊണ്ടുപോയിരുന്ന രക്ഷിതാക്കളുള്ള ലോകമായിരുന്നു നമ്മുടെ ലോകം. അതായിരുന്നു നമ്മുടെ നാട്, അതായിരുന്നു നമ്മുടെ സംസ്കാരം. ഇന്നിപ്പോൾ അതേ ഉപ്പയാണ് മകന്റെ കൂടെ ഇരുന്നിട്ട് അന്യാണും പെണ്ണും കിടക്കയിൽ കിടന്നുകൊണ്ട് സ്വകാര്യ നിമിഷങ്ങൾ പങ്കുവെക്കുന്ന അതേ ലൈവായിട്ട് കണ്ടുകൊണ്ട് ആസ്വദിക്കാൻ മാത്രം ഇല്ല. അവരേറ്റവും വല്ലാതെ അതപ്പതിച്ചു പോയല്ലോ. ഇൻഹുമില്ല കല്ലൻആമി ബൽഹും അദല്ലു സബീലാ. മൃഗങ്ങളെപ്പോലും അതപ്പതിപ്പിച്ചല്ലോ. മൃഗങ്ങളെക്കാളും അതപ്പതിച്ചു പോയില്ലേ? മൃഗത്തിന് വിശേഷ ബുദ്ധിയില്ലല്ലോ, മൃഗത്തിന് അല്ലാഹ് അത് നൽകിയിട്ടില്ലല്ലോ. പക്ഷേ മനുഷ്യരായ നമ്മൾ അങ്ങനെയാണോ? പിന്നെ എന്തിനാണ് വാതിലടക്കുന്നത് വീട്ടിൽ? പിന്നെ എന്തിനാണ് വീട്ടിൽ വാതിലടക്കുന്നത്, സ്വകാര്യത കാണുന്നത്? ചിലരൊക്കെ വീട്ടിൽ വാതിലടക്കുക. എന്തിനാ വാതിലടക്കുന്നത്? എന്തിനാടോ വാതിലടക്കുന്നത്? എന്ത് മറച്ചു വെക്കാനാണ് നീ വാതിലടക്കുന്നത്? അതേ കാര്യമാണ് നിന്റെ മക്കളുടെ മുമ്പിൽ നീ തുറന്നിട്ടിരിക്കുന്നത്. പിന്നെന്തിനാ വാതിലടക്കുന്നത്? ഈ ഒരവസ്ഥ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, ഇനി എങ്ങനെയാ ഇത് പറയേണ്ടത്? നമുക്കിത് മാറ്റാനായില്ലേ? നമുക്കിതിൽ നിന്ന് രക്ഷപ്പെടാനായില്ലേ? അതാ കഴുതകൾ ഇണചേരും പോലെ. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇനിയും പറയുന്നത് കേട്ടോ. ആ കാലഘട്ടം സംജാതമാകുമ്പോ വഹത്താ തമുറൽ മർഅതു ബിൽ ഖൗമി, കുറെ ആണുങ്ങൾ നിൽക്കുന്നിടത്തുകൂടെ ഒരു പെണ്ണങ്ങ് കടന്നുപോയാൽ ഫയഖൂബു ഇലൈഹാ, അവളെ അങ്ങ് കയറി പിടിക്കുന്നു. അഹദുഹും, അവരിൽ ഒരുത്തൻ, ഫയർഫഉ ബിദൈലിഹാ. ഞാനത് പച്ചയായിട്ട് പറയുന്നില്ല, അല്ലാഹുവിന്റെ റസൂൽ അത്രത്തോളം പറഞ്ഞു.
ഫയർഫഉ ബിദൈലിഹാ, അവളുടെ വസ്ത്രം അങ്ങ് പൊക്കും, അവളുടെ വസ്ത്രം അങ്ങ് ഉയർത്തിപ്പിടിക്കും. കമാ യർഫഉ ദനബൻ നഅജ, അതാ മുട്ടനാട് പെണ്ണാടിന്റെ വാല് വെക്കും പോലെ. ഇനി എത്ര പച്ചയായിട്ട് ഇനി എങ്ങനെ പറഞ്ഞു തരണം? ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനോട് ഇനി എങ്ങനെയാണ് പറയേണ്ടത്? അങ്ങനെ അവളുമായിട്ട് പരസ്യമായി അവളുടെ ഔറത്തങ്ങ് ഒഴിവാക്കിയിട്ട് പരസ്യമായിട്ടങ്ങ് ഏർപ്പാടിന് തുനിയുമ്പോ അവരിൽ ഏതാനും മനുഷ്യന്മാര് പറയും, ആ മതിലിന്റെ അപ്പുറത്തേക്കൊന്ന് മാറിക്കൂടെ എന്ന് പറയുന്ന മനുഷ്യൻ ഫഹുവ യൗമഇദിൻ, അങ്ങനെയുള്ള മനുഷ്യന്മാര് ഫീഹിം, അവരുടെ കൂട്ടത്തിൽ മിസ്ല അബീ ബക്കറിൻ വഉമർ റളിയല്ലാഹു അൻഹുമാ, അക്കാലഘട്ടത്തിലെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ പോലെ, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സ്ഥാനത്തായിരിക്കും. എന്തു പറയുന്നോൻ ഇങ്ങനെ പരസ്യമായി ചെയ്യലിടൊന്നും മറയിൽക്ക് കടന്നൂടെ എന്ന് ചോദിക്കാനുള്ളവൻ അന്നത്തെ അബൂബക്കർ ഉമറുമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ സ്ഥാനത്തേക്ക് എത്തിയെന്നല്ല. അത്രയും ലോകാണ്ട് അതപ്പതിക്കും. ഇന്ന് ആർക്കും വല്ല പ്രശ്നമുണ്ടോ? ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ? കുട്ടികളുടെയൊക്കെ മൊബൈലിൽ ഈ രംഗങ്ങളാ. കുട്ടികളുടെയൊക്കെ മൊബൈൽ രക്ഷിതാക്കൾ അറിഞ്ഞിട്ടും അറിയാതെയും എല്ലാ ദാനങ്ങളിലൂടെയും നെറ്റുകളിലൂടെയും എല്ലാ രൂപത്തിലും ഇതിന്ന് സമൂഹത്തിൽ ഇങ്ങനെ പ്രചാരം സിദ്ധിക്കുന്നു. ഈ ഒരവസ്ഥയോളം എത്തിച്ചത് നമ്മുടെ വേഷവിധാനങ്ങളാണ്, നമ്മുടെ വീട്ടിലെ ഈ സംസ്കാരങ്ങളാണ്, നമ്മുടെ രൂപത്തിലുള്ള പല രൂപത്തിലുള്ള വൃത്തികെട്ട രൂപത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചും അവധാനതയോടെ അതൊക്കെ നിസ്സാരമാണെന്ന് കാണുന്ന അവസ്ഥയിലേക്ക് പോയതാണ്. എന്നിട്ട് ഇതിനെയൊക്കെ അനുവദിക്കുന്ന ഒരു കാലഘട്ടമുണ്ടാകും എന്ന് വന്നാൽ അവരെ കൊണ്ട് ഈ സമുദായത്തിനുണ്ടാകുന്ന ശർറ് എത്രയായിരിക്കും? ഇതൊക്കെ അനുവദിച്ചു കൊടുക്കാൻ ആളുകളുണ്ടാകും. ഇസ്ലാമിക പ്രബോധനത്തിന് സിനിമ ആവശ്യമാണെന്ന് പറയുന്ന ഫത്വ കൊടുക്കുന്നവരില്ലേ? അവരതാ സിനിമകൾ നിർമ്മിക്കുകയാണ്. അവരുണ്ടാക്കുന്ന സിനിമയിലുമുണ്ട് ഭാര്യ ഭർത്താക്കൾ കെട്ടിപ്പിടിക്കുന്ന രംഗം. അത് ഭാര്യയാണോ ഭർത്താവാണോ? ശരിക്കുള്ള ഭാര്യയും ഭർത്താവുമാണോ ആലിംഗനം ചെയ്യുന്നത്, ചുംബനം അർപ്പിക്കുന്നത്? അല്ല. നായികാനായകന്മാരാണ്, നടീനടന്മാരാണ്, അഭിനയമാണ്. ഇനി അതല്ല ശരിക്കുള്ള ഭാര്യാഭർത്താക്കളാണെങ്കിൽ തന്നെയും ഒരു ചുംബന രംഗമോ ഒരു കെട്ടിപ്പിടിക്കലോ പരസ്യമായിട്ടൊരാൾക്ക് ചെയ്യൽ ഇസ്ലാമിൽ അനുവദനീയമാണോ? അല്ല. എല്ലാ അർത്ഥത്തിലും ഹറാം. എന്നിട്ട് പറയാ, ഞങ്ങൾ കുടുംബങ്ങളെ ശുദ്ധീകരിക്കാൻ ഇസ്ലാമിക് സിനിമ ഇറക്കുന്നു, ഇസ്ലാമിക് ബാറും തുടങ്ങും. ഇനി എന്തിന്റെയും തുടക്കത്തിൽ ഒരു ഇസ്ലാമിക് ചേർത്താൽ അനുവദിച്ചു എന്നാണോ ഇവർ മനസ്സിലാക്കിയത്? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഈ മൂന്ന് കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അതാ അതിനെ മൂന്നും കൂടി എണ്ണിപ്പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിലൂടെ അവിടുന്ന് പറയുകയാണ്, ഇതൊക്കെ അനുവദിച്ചു കൊടുക്കാൻ ഈ സമൂഹത്തിൽ ആളുകൾ ഉണ്ടാകും. ലയകൂനന്ന മിൻ ഉമ്മത്തി അഖ്വാം, എന്റെ ഉമ്മത്തിൽ ചില ആളുകൾ ഉണ്ടാകും. അവരെന്താണ് ചെയ്യുക? അവർ ചെയ്യാവുന്ന കാര്യങ്ങൾ എന്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. യസ്തഹില്ലൂനൽ ഹിറ വൽ ഹരീറ വൽ ഖംറ വൽ മാസിഫ. ധാരാളമായി നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു ഹദീസാണ്. അവരതാ വ്യഭിചാരത്തെ അനുവദിച്ചു കൊടുക്കും. വ്യഭിചാരം അനുവദിച്ചു കൊടുക്കാൻ എന്റെ ഉമ്മത്തിൽ ആളുകൾ ഉണ്ടാകും. അതുപോലെ തന്നെ പുരുഷന്മാർക്ക് നിഷിദ്ധമായ പട്ടുവസ്ത്രം തരക്കെടില്ല എന്ന് ഫത്വ കൊടുക്കാൻ ആളുണ്ടാകും. വൽ ഖംറ, മദ്യത്തെ കുറിച്ച് അനുവദിച്ചു കൊടുക്കാൻ ആളുണ്ടാകും. വൽ മആസിഫ, സംഗീതോപകരണങ്ങൾ അനുവദിച്ചു കൊടുക്കാൻ ആളുണ്ടാകും. നിങ്ങൾ നോക്കൂ, ഈ സമൂഹത്തിൽ ചെണ്ടയാവട്ടെ, മദ്ദളമാകട്ടെ, ഇനി ബാൻഡോ, കുഴൽവിളിയോ, ഡ്രംസോ, തബലയോ, ഗിറ്റാറോ, ഫ്ലൂട്ടോ, അതുപോലെ തന്നെ പിയാനോ, ഏത് പേരിലാണെങ്കിലും, എന്തൊക്കെ പേരിലാണ് സംഗീതോപകരണങ്ങൾ ഇന്ന് ലോകത്തുള്ളത്, ഇതൊക്കെ അനുവദിച്ചു കൊടുക്കാൻ ആളുണ്ടാകും. ഇസ്ലാമിക പ്രബോധനത്തിന് വാഴ്ലുകളേക്കാൾ പലപ്പോഴും സംഗീത കച്ചേരിയാണ് ഒരു 100 മതപ്രഭാഷണങ്ങളെക്കാൾ ഫലം ചെയ്യുമെന്ന് വരെ ജമാഅത്തെ ഇസ്ലാമിക്കാർ അവരുടെ മുഖപത്രത്തിൽ എഴുതിവിട്ടിരിക്കുകയാണ്. പലപ്പോഴും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം, ഇയാൾക്കെന്തോ ജമാഅത്തുകാരോട് വല്ല വെറുപ്പുണ്ടോ? എനിക്കൊരു വെറുപ്പില്ല. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഏതെങ്കിലും ജമാഅത്തുകാർ ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ അവരോട് എനിക്ക് വളരെ വിനയത്തോടുകൂടി പറയാനുള്ളത്, ഇതെന്റെയും നിങ്ങളുടെയും പരലോക കാര്യമാണ് സംസാരിക്കുന്നത്. അന്ത്യനാളിന്റെ അടയാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
വൽ മആസിഫ, സംഗീതോപകരണങ്ങൾ അനുവദിച്ചു കൊടുക്കാൻ ആളുണ്ടാകും എന്റെ സമൂഹത്തിൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന കൂട്ടത്തിൽ, ഓ ജമാഅത്ത് പ്രവർത്തകന്മാരെ, നിങ്ങളതിൽ പെട്ടുപോകരുത് എന്നതിനു വേണ്ടിയാണ് വളരെ വിനീതമായി കൊണ്ട് ഈ കാര്യം ഉണർത്തുന്നത്. ആലോചിച്ചു നോക്കൂ, അന്ത്യനാളിന്റെ അടയാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കേട്ടോളൂ. എന്താണ് അവിടുന്ന് പറഞ്ഞത്? ഫീ ഹാദിഹിൽ ഉമ്മ ഫീ ഹാദിഹിൽ ഉമ്മത്തി ഖസ്ഫുൻ വമസ്ഖുൻ വഖദ്ഫുൻ, ഈ സമുദായത്തിൽ അതാ ഭൂമിയിൽ ആഴ്ത്തിക്കളയൽ എന്ന ശിക്ഷ വരാൻ പോകുന്നു. നായ്ക്കൾ അതുപോലെ തന്നെ പന്നികളും കുരങ്ങുകളുമൊക്കെയാക്കി ആളുകളെ രൂപാന്തരപ്പെടുത്തുന്ന ശിക്ഷ വരാൻ പോകുന്നു. അതുപോലെയുള്ള മാരകമായ രൂപത്തിലുള്ള ശിക്ഷകൾ വരാൻ പോകുന്നു. സഹാബത്തിനോട് ഇതങ്ങ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ ഒരു സഹാബി എഴുന്നേറ്റുകൊണ്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, വമതാ ദാലിക, അതെപ്പോഴാണ് നബി അങ്ങനെ സംഭവിക്കാൻ എന്താണ് കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ മറുപടി പറയുന്നു, ഇദാ വഹറത്തിൽ ഖിയാനു വൽ മആസിഫു വശുരിബത്തിൽ ഖുമൂർ, പാട്ടുകാരികളുടെ എണ്ണം വർദ്ധിക്കുമ്പോ, പാട്ടുകാരികൾ പ്രത്യക്ഷപ്പെടുമ്പോ, സംഗീതോപകരണങ്ങൾക്ക് പ്രചാരം കിട്ടുമ്പോ, കള്ളു കുടിപ്പിക്കപ്പെടുമ്പോ, ഈ വൃത്തികേടുകളൊക്കെ ലോകത്ത് വന്നാൽ സമൂഹമേ വലിയ വലിയ പരീക്ഷണങ്ങൾ ലോകത്ത് വരാനിരിക്കുന്നു. റബ്ബ് നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ആലോചിച്ചു നോക്കൂ, ഇതുണ്ടാകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. പാട്ടുകാരികൾ വർദ്ധിക്കുക അന്ത്യനാളിന്റെ ലക്ഷണമായി അവിടുന്ന് പറഞ്ഞത് സംഭവിച്ചിട്ടില്ലേ? പാട്ടുകാരികൾ, കഥാപ്രാസംഗികകൾ, അതുപോലെ തന്നെ ഡാൻസ് ആടുന്നവർ, അത് പാടുന്നവർ, അതിനുവേണ്ട രൂപത്തിലുള്ള സ്റ്റേജ് ഒരുക്കുന്നവർ. ഓ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം പ്രവർത്തകന്മാരെ, അതേ മുസ്ലിം സാമുദായികത്തിന്റെ പേരിൽ രാഷ്ട്രീയമായി സംഘടിച്ചിട്ടുള്ള മുസ്ലിമീങ്ങളെ, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് പ്രത്യേകമായി വെറുപ്പുണ്ടായിട്ടോ സ്നേഹമുണ്ടായിട്ടോ അല്ല. ഒരു മുസ്ലിമിന്റെ നയം എന്താണ്? അതാ അടുത്ത ദിവസങ്ങളിൽ പോലും അതാ KMCC എന്ന് പറയുന്ന ഒരു പ്രത്യേകമായ രാഷ്ട്രീയ സംഘടന നന്നാകാൻ വേണ്ടിയാണ് പറയുന്നത്. അവരൊരിക്കലും സംഘടിപ്പിക്കാൻ പാടില്ലാത്ത രൂപത്തിൽ തന്നെ അവരും സംഘടിപ്പിക്കുന്നില്ലേ വൃത്തികേടുകളായ പരിപാടികൾ? എന്തിന് ആട്ടക്കാരികളെ കൊണ്ടുവരണം? എന്തിന് പാട്ടുകാരികളെ കൊണ്ടുവരണം? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുള്ള ഈ സംഗീതങ്ങൾ അടിച്ചു തിമർത്തുകൊണ്ട് പെണ്ണിനെ കൊണ്ട് സ്റ്റേജിൽ കയറി ആടിച്ചിട്ട് അവളെ കൊണ്ട് പാടിച്ചിട്ട് മുസ്ലിമേ എന്ത് രാഷ്ട്രീയ നേട്ടമാ ഉണ്ടാക്കാൻ നമ്മൾ കണ്ണുവച്ചിട്ടുള്ളത്? എനിക്കൊരൊറ്റ രാഷ്ട്രീയ പാർട്ടിയോടും പ്രത്യേക എതിർപ്പില്ല. എല്ലാവരും നന്നാകാനാ പറയുന്നത്. ഇത് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ, ഇത് നാം പറഞ്ഞില്ലെങ്കിൽ, ഇത് നാം ഓരോരുത്തരും മനസ്സിലാക്കിയവർ പറഞ്ഞില്ലെങ്കിൽ, ഏതെങ്കിലും സഹോദരന്മാരിത് ഹലാലാണെന്ന് മനസ്സിലാക്കി പോയെങ്കിൽ, ഓ പ്രിയപ്പെട്ട രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന അതിൽ മെമ്പർമാരായിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടാ പറയുന്നത്, എന്റെ സഹോദരങ്ങളോടാ പറയുന്നത്, നല്ല ഒരു പ്രത്യേകമായ ഒരു നേതൃത്വമുണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണത്. നശിപ്പിക്കല്ലേ പ്രിയപ്പെട്ടവരെ. നമുക്ക് മുസ്ലിം എന്ന പേരതിന്റെ കൂടെയുണ്ടെങ്കിൽ ഇസ്ലാമിന്റെ ഇസ്സത്ത് നമ്മൾ തകർക്കരുത്. ഇസ്ലാമിന്റെ ഇസ്സത്ത് നമ്മൾ തകർക്കരുത്. ഇസ്ലാമിന്റെ ഇസ്സത്ത് നമ്മൾ തകർക്കരുത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാ ഈ രൂപത്തിലുള്ള ഓരോ പരിപാടികളെയും എതിർക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിക്കാരോടും രണ്ട് വാക്ക് പറയാനുണ്ട്. എത്രയോ ജമാഅത്തുകാർക്ക് വലിയ അഭിപ്രായമുണ്ടത്രേ. ഞാനെപ്പോഴും വിമർശിക്കുകയാണ്. എനിക്കൊരു ജമാഅത്തുകാരനോടും വ്യക്തിപരമായ ഒരു നിലക്കുള്ള വെറുപ്പുമില്ല പ്രിയപ്പെട്ടവരെ. നിങ്ങളൊക്കെ മുസ്ലിമീങ്ങളായി ജീവിക്കാനും ഞാനും നിങ്ങളും ഒരുമിച്ച് ചേരുന്ന മഹ്ശറ കോടതിയിൽ വെച്ച് അല്ലാഹുവേ ഈ തെറ്റുകൾ സമൂഹത്തിൽ കണ്ടപ്പോ അതിനെതിരെ നീ ആയത്ത് കണ്ടിട്ട്, അതിനെതിരെ നീ ഹദീസ് കണ്ടിട്ട് നിനക്ക് പറയാൻ വേദി കിട്ടിയിട്ട് നീ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ഈ പാവപ്പെട്ട എന്റെ നേരെ റബ്ബിന്റെ ചോദ്യമുണ്ടാകുമ്പോ അല്ലാഹുവേ ഞാൻ എന്റെ കഴിവ് പ്രകാരം എത്തിച്ചിട്ടുണ്ട് എന്നെനിക്ക് സമാധാനിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നു. പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഇതാരുടെയെങ്കിലും പ്രത്യേകമായി കുറ്റപ്പെടുത്താനല്ല. ജമാഅത്തെ ഇസ്ലാമി ഇപ്പോഴും അത് പ്രോത്സാഹിപ്പിക്കുന്നു. അവർ സിനിമകൾ ഉണ്ടാക്കുന്നു. അവരുടെ മുഖപത്രങ്ങളിലൂടെ ചില പ്രത്യേകമായ സിനിമകൾ കാണാനുള്ള പ്രേരണകൾ എഴുതിവിടുന്നു. സിനിമ കാണാൻ പ്രേരിപ്പിക്കുക മാത്രല്ല, നിങ്ങൾ നോക്കൂ, ഞാനിതാ നിങ്ങളുടെ മുമ്പിൽ എടുത്തു കാണിക്കുകയാണ് ഒരു ചിത്രം.
ഈ ചിത്രം നോക്കൂ നിങ്ങൾ. അമ്പലമുറ്റത്തൊരു തട്ടമിട്ട സംഗീതജ്ഞ എന്നാണ് ജമാഅത്തുകാർ എഴുതിയതാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കണം, മുസ്ലിം ഉമ്മത്തിന്റെ സ്ഥിതി എന്താണെന്ന് ആലോചിച്ചു നോക്കണം. അതാ ക്ഷേത്രങ്ങളിൽ മുഴുവൻ ഒരു പെൺകുട്ടി പാടി നടക്കുകയാണ്. 10-14 വയസ്സായ പെൺകുട്ടിയെ കൊണ്ട്. അതാ തട്ടമിട്ട ഒക്കെയായോ മുസ്ലിമേ? തട്ടമിട്ട ബാറിൽ ചെന്ന് കുടിക്കാമോ? തട്ടമിട്ട വേശ്യാലയത്തിൽ കയറാമോ? തട്ടമിട്ടാലെല്ലാം ആയോ? ചിന്തിച്ചു നോക്കൂ. തട്ടമിട്ട പെണ്ണിനെ കൊണ്ടെന്താ ചെയ്യിപ്പിക്കുന്നത് ബാപ്പ? തട്ടമിട്ട പെണ്ണിനെ കൊണ്ടെന്താ വല്യമ്മ ചെയ്യിപ്പിക്കുന്നത്? ഇതൊരു കേവലം ഒരു വ്യക്തിയെ ചെയ്യുകയാണെങ്കിൽ തിരക്കിടില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ ഉന്നതനായ മൗലവിയുടെ പേരമകളാണെന്ന് അടിക്കുറിപ്പ് കൊടുത്തിട്ടില്ലേ? ഞാനൊരാള് വ്യക്തിപരമായി പരാമർശിക്കാൻ ഉദ്ദേശിക്കാത്തത് കൊണ്ട് ഞാൻ ആ മൗലവിയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. നമുക്കതല്ലല്ലോ വിഷയം. വിഷയത്തിന്റെ ഗൗരവം പറയാനാ ഓർമ്മപ്പെടുത്തുന്നത്. ചിന്തിച്ചോളൂ. എന്താ ഇതിൽ പറയുന്നത്? ഇതിൽ പറയുന്നത് ഈ കുട്ടിക്ക് പാട്ട് പാടാൻ വലിയ കഴിവാണ്. പാട്ട് പാടാൻ വലിയ കഴിവായപ്പോ വല്യുമ്മ ഈ കലാകാരിയെ വളർത്തിയുണ്ടാക്കുക. ഈ കലാകാരി എവിടുന്നാ വളർന്നത് നോക്കണം. 3-ാം തരത്തിൽ പഠിക്കുമ്പോൾ പറവൂരിൽ നടന്ന മജ്ലിസ് ഫെസ്റ്റിൽ വെച്ചാണ് മകളുടെ കഴിവ് തിരിച്ചറിയുന്നത്. ജമാഅത്തുകാരുടെ സാഹിത്യ മത്സരത്തിന്റെ മദ്രസ സാഹിത്യ മത്സരത്തിൽ വെച്ചാണ് ഈ കുട്ടിയുടെ കഴിവ് തിരിച്ചറിയുന്നത്. നല്ല പാട്ടുകാരിയാണ് മാത്രമല്ല, പിന്നീട് ഉസ്താദിന്റെ അടുത്ത് കൊണ്ടാക്കി. ബാപ്പ ജമാഅത്തെ ഇസ്ലാമിയുടെ മൗലവിയുടെ മകൻ, അഥവാ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മൗലവിയുടെ പേരക്കുട്ടിയെ ജമാഅത്തെ ഇസ്ലാമിയുടെ മൗലവിയുടെ ഈ ഭാര്യയും അതുപോലെ തന്നെ മകനും കൂടി കൊണ്ടാക്കിയ ഉസ്താദേതാണ്. നമ്മൾ മനസ്സിലാക്കണം. പ്രശസ്ത സംഗീതാധ്യാപകൻ മങ്കട ദാമോദരന്റെ കീഴിൽ ശാസ്ത്രീയ സംഗീതം അഭ്യസിപ്പിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ദാമോദരൻ അവിടെ പോയി, അതിന്റെ അടുത്ത് പോയിട്ട് ശാസ്ത്രീയ സംഗീതം പഠിച്ചു. ഇന്ന് ക്ഷേത്രങ്ങളിൽ കച്ചേരികൾക്ക് മാറ്റുകൂട്ടുന്നതിനും പെരുന്നാൾ ആഘോഷത്തിന് കൊഴുപ്പേകാനും ഹന്നയുടെ സംഗീത കച്ചേരി തന്നെ വേണം. ഈ കുട്ടിയുടെ സംഗീത കച്ചേരി തന്നെ വേണം. നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് ഖുർആന്റെ ആയത്ത് സംഗീതത്തിൽ ഓതി അത് അനുവദനീയാവൂ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ക്ഷേത്രത്തിന്റെ മുറ്റത്ത് പോയിട്ട് ചില പ്രത്യേകമായ താളത്തിൽ പാടുമത്രേ. അത് പാടുന്നതിന്റെ മുമ്പെന്താ പാടിയത്? വർണ്ണം പാടി തുടക്കമിട്ട നാട്ടരാഗത്തിൽ മഹാഗണപതി സ്തുതി നിർവഹിച്ചു. എല്ലാ ദൈവങ്ങളുടെ അടിയിൽ പോയി കുത്തിരിട്ട് മഹാഗണപതി സ്തുതിയാണ് പാടി ആദ്യം. ആലോചിച്ചു നോക്കണം. ജമാഅത്തെ ഇസ്ലാമി ഹൈലൈറ്റ് ചെയ്യുന്ന സന്ദേശം എന്താണെന്ന്. എന്റെ പ്രിയപ്പെട്ട ജമാഅത്തുകാരെ, ഏതെങ്കിലും ആളുകൾ, അല്ലെങ്കിൽ നിങ്ങൾ ഇതിനെനിക്ക് ഫത്വ തരൂ, അല്ലെങ്കിൽ ഇത് അനുവദനീയമാണെന്ന് ഇസ്ലാമികമായിട്ടൊരു ആയത്ത് തരൂ, ഒരു ഹദീസ് തരൂ. ഈ സമുദായത്തെ ഇങ്ങനെ ദുഷിപ്പിക്കരുത്. വളരെ വാണ്യമായിട്ടാണ് ഓർമ്മപ്പെടുത്തുന്നത്. ചിന്തിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ. മഹാഗണപതി സ്തുതി അത് പാടിയിട്ട് പിന്നെ മോഹനരാഗത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കീർത്തനവും, മോഹനരാഗത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കീർത്തനവും, തുടർന്ന് ആരഭിയിൽ മാതേ ശരണ്യേ എന്ന ക്രിസ്തീയ കീർത്തനവും ആലപിച്ചതോടെ ഈ കുട്ടിയുടെ സംഗീത സിദ്ധിയെ ജനം കൈയടിച്ചു പുകഴ്ത്തി. അമ്പലമുറ്റത്ത് കൂടിയവരൊക്കെ പുകഴ്ത്തി. മാത്രല്ല, ജമാഅത്തുകാരൻ വലിയ പോരിശയായിട്ട്, ഈ കുട്ടിയുടെ പോരിശയായിട്ട് ഇത് എന്താണെന്നറിയോ? സംഗീതാൽബങ്ങളിൽ പാടി അഭിനയിച്ചിട്ടുണ്ട് ഈ കുട്ടി. ഈ കുട്ടിയുടെ പാട്ട് ഒരു സിനിമ സംവിധായകൻ കേൾക്കാൻ ഇടവന്നപ്പോൾ തന്റെ പ്രത്യേകമായ ചിത്രത്തിൽ ഈ കുട്ടിക്ക് പാടാനും അഭിനയിക്കാനും അവസരം നൽകി. മാത്രമല്ല, ഈ കുട്ടി ഇപ്പോൾ പടങ്ങളിൽ അഭിനയിക്കുകയും ആടുകയും ചെയ്യുന്നു. എന്നിട്ട് അത് വലിയ കാര്യമായിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. അവസാനം പറയണേ, ഈ കുട്ടിയുടെ ഒരൊറ്റ സംഗീത കച്ചേരി 100 മതപ്രഭാഷണങ്ങളെക്കാൾ ഫലം ചെയ്തേക്കും. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഞാൻ വെറുതെ പറയണല്ല. ജമാഅത്തുകാരന്റെ പത്രമാണ്. മാധ്യമത്തിൽ ഈ കുട്ടിക്ക് 8 വയസ്സുള്ളപ്പോഴുള്ള പാട്ട്, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന അല്ലെങ്കിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഈ റിപ്പോർട്ടെങ്കിൽ, ഇപ്പൊ ഈ കുട്ടി 9ാം ക്ലാസ്സിൽ എത്തിയപ്പോഴും ഇത് വീണ്ടും ആവർത്തിച്ച് പിന്നെ പാടിയ റിപ്പോർട്ടാണ് മാധ്യമത്തിൽ വീണ്ടും വന്നിരിക്കുന്നത്. വല്യമ്മ എല്ലാ സേവനവും ചെയ്യാണ്, കുട്ടിയെ കൊണ്ട് നടന്ന് പാടിപ്പിക്കുകയാണ്.
ഈ സമുദായം, ഏതെങ്കിലും സമുദായത്തിലെ ഒറ്റപ്പെട്ട വ്യക്തികൾ, മാപ്പിള പേരുള്ളവർ ചെയ്യുന്നത് പോലെയല്ല ഇത്. ഇതൊരു സംഘടന വലിയ പ്രധാനപ്പെട്ട ന്യൂസായിക്കൊണ്ട്, കളർ ചിത്രമായിക്കൊണ്ട് കൊടുക്കുകയാണ്. കണ്ടോ, എല്ലാ ദൈവങ്ങളെയും പൂമാലയിട്ട് ചാർത്തി അതിന്റെ അടി കുത്തിരിട്ട് തട്ടമിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹും മഹാഗണപതി സ്തുതിയും സാധയും ഇതൊക്കെയാണ് പാടിയ ഇസ്ലാമാകും. ബാപ്പ നേരെ പിന്നെ കുത്തിരുന്ന് പ്രോത്സാഹിപ്പിക്കുക, വല്യുമ്മ എല്ലാ സ്റ്റേജുകൾക്കും കൊണ്ട് നടക്കുക. എന്റെ കുട്ടിന്റെ ഒരു കഴിവേ എന്നും പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചു കഴിഞ്ഞ കാര്യം. അല്ലാഹുവിന്റെ റസൂൽ അതിനാളിന്റെ അടയാളമായിട്ട് ഈ രൂപത്തിലുള്ള ആളുകളൊക്കെ പ്രത്യക്ഷപ്പെടും എന്ന് പറയുമ്പോ, ഓ പ്രിയപ്പെട്ടവരെ ചിന്തിച്ചു നോക്കൂ, എന്തിനാണ് ഞാനിത് പറഞ്ഞത്? ആരോടെങ്കിലും വെറുപ്പുണ്ടായിട്ട്? നന്നാവട്ടെ. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഒരു രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ച്, അവരോടും വെറുപ്പില്ല, നന്നാവണം. നമ്മൾ മുസ്ലിമീങ്ങളാവണം. നാം മുസ്ലിമീങ്ങളുടെ ഇസ്സത്ത് കാത്തു സൂക്ഷിക്കണം. നമുക്ക് എല്ലാം വേണ്ടത്, എത്തിച്ചേരേണ്ടത് പരലോകത്താണ്. അവിടെ നമുക്ക് രക്ഷപ്പെടണ്ടേ? അതുകൊണ്ടാണ് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നത്. ഇതൊക്കെ അനുവദിക്കുന്ന ഒരു കാലഘട്ടം വരുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതെങ്കിൽ, ഇതിന്റെ കോഴ്സുകൾ നടത്താൻ, ഇതിനേക്ക് വേണ്ട ആളുകളെ പ്രത്യേകമായി വലവീശി പിടിക്കാൻ വരെ ജമാഅത്തുകാരുടെ പത്രം അതിന് താളുകൾ ചെലവഴിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇക്കഴിഞ്ഞ MSMന്റെ സമ്മേളനത്തിൽ അവസാനമായി സംസാരിക്കാൻ അവസരം കിട്ടിയ ഒരു വ്യക്തി എന്ന നിലക്ക് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായിട്ട് തന്നെ അവിടെ വെച്ചും ജനങ്ങളെ ഉത്ബോധിപ്പിച്ചു. പിറ്റേന്നത്തെ മാധ്യമത്തിൽ പിറ്റേന്നിറങ്ങിയ മലപ്പുറം മെഡിസിൻ മാധ്യമത്തിൽ MSM സമ്മേളനം സമാപിച്ചു എന്ന് റിപ്പോർട്ട് കൊടുത്തിട്ട് അതിന്റെ നേരെ അടിയിലതാ, നിങ്ങൾ എതിർക്കുകയാണെങ്കിൽ ഞങ്ങൾ ഒപ്പിത്തിന്നും എന്ന് പറഞ്ഞതുപോലെ പരസ്യമായ വലിയ ഒരു പരസ്യമാ പിന്നെ കണ്ടത്. ആ റിപ്പോർട്ടിന്റെ നേരെ താഴെ തന്നെ എന്തിന്റെ പരസ്യ? എല്ലാ സംഗീതോപകരണങ്ങളും എങ്ങനെ വളരെ ഉഷാറായി പഠിക്കാം, കർണാടക സംഗീതം എങ്ങനെ പഠിക്കാം, എങ്ങനെയൊക്കെ ഒരു കച്ചേരിയിൽ പാടാം, ഏതൊക്കെ ഉപകരണങ്ങൾ എങ്ങനെയൊക്കെ പ്രവർത്തിപ്പിക്കാം എന്നതിനെ സംബന്ധിച്ച് ബൃഹത്തായ വിജ്ഞാനം നിങ്ങൾക്ക് പകർന്നു തരുന്ന ഏറ്റവും അമൂല്യമായ ഒരു ഗ്രന്ഥമിതാ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗ്രന്ഥത്തിന്റെ പരസ്യം കൊടുത്തിരിക്കുകയാണ്. പാട്ട്, ഈ സംഗീതം, ഈ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ എങ്ങനെ ഉപയോഗിക്കാന്ന് പറയുന്നതിന്റെ പരസ്യം. ഇവിടേക്കാണ് കാര്യം നീങ്ങുന്നത്. നിങ്ങൾ എത്ര ഞങ്ങൾ എതിർക്കുന്നോ, ഞങ്ങൾ പണ്ടൊരുത്തം പറഞ്ഞില്ലേ, നിങ്ങൾ എതിർക്കുകയാണെങ്കിൽ ഒരുത്തനിങ്ങനെ വിസർജിച്ചു കൊണ്ടിരിക്കുന്ന നേരത്ത് ബിസ്ക്കറ്റ് തിന്നണല്ലോ. അപ്പൊ ഒരാൾ പറഞ്ഞല്ലോ, എടോ അത് കഴിഞ്ഞിട്ട് പോരെ, ഇപ്പൊ വേണോ? ഇത് എതിർക്കണോ? ഞാൻ ഒപ്പി തിന്നു. ഈ ഒരവസ്ഥയിലേക്ക് നമ്മുടെ സമുദായം തരം താണാലോ. അങ്ങനെ ഉണ്ടാകരുത് എന്ന നിലക്കാണ്. പ്രിയപ്പെട്ടവരെ, ഒന്ന് മനസ്സ് കൊടുത്താലോചിക്കൂ, എനിക്കെന്താ ഇത് പറഞ്ഞിട്ടൊരു നേട്ടം? എനിക്കെന്താ? ആരെങ്കിലും സംഗീതത്തിൽ പാട്, ആരെങ്കിലും സിനിമ അഭിനയിക്ക്, ആരെങ്കിലും എന്തെങ്കിലും ചെയ്യട്ടെ, എനിക്കെന്താ? പക്ഷേ പ്രിയപ്പെട്ടവരെ, എന്നെപ്പോലെ നിങ്ങളെപ്പോലെ സർവ്വ മനുഷ്യർക്കും എത്തിച്ചേരാനുള്ളതല്ലേ മഹ്ശറ. അവിടെ നമുക്ക് രക്ഷപ്പെടണ്ടേ? ആ രക്ഷയുടെ ലോകത്തേക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. ആ ബോധം നമുക്കുണ്ടാകണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. ഈ രൂപത്തിലുള്ള ഒട്ടേറെ സാംസ്കാരികമായ അധപ്പതനങ്ങളിലൂടെ ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അർഹമുർറാഹിമീനായ നാഥൻ എല്ലാവിധത്തിലുള്ള പരിശുദ്ധിയും നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തി തന്നുകൊണ്ട് ഇസ്ലാമികമായ ഇജ്ജത്തോടുകൂടി ജീവിക്കുവാനുള്ള സൗഭാഗ്യം നമുക്കും നമ്മുടെ മക്കൾക്കും കുടുംബാദികൾക്കും പ്രദാനം ചെയ്തുകൊണ്ട് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم توفنا مسلمين وألحقنا بالصالحين اللهم صل على محمد وعلى آل محمد والسلام عليكم ورحمة الله وبركاته.